ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറിപ്പോകും. ഞാനും ഒന്ന് ട്രൈ ചെയ്തതാണ്, പക്ഷെ നടക്കില്ല കേട്ടോ, ഓടിക്കാൻ പറ്റുന്നില്ല. ഇവിടെ വണ്ടി ഓടിച്ചെടുക്കേ നാട്ടിൽ വന്ന് വണ്ടി ഓടിക്കാൻ പറ്റൂല, സത്യം തന്നെയാണ്. ഒന്ന് നമ്മുടെ ലെഫ്റ്റും റൈറ്റും മാറിപ്പോവും. ഞാനും വലിയ ഇൻ്റർനാഷണൽ ലൈസൻസൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ്, പക്ഷെ നടക്കില്ല കേട്ടോ. ഈ ഇടയ്ക്കുള്ള ബൗണ്ടറി വോൾ ഇല്ലാത്തതുകൊണ്ടേ നല്ല സ്പേഷ്യസുമാണ്. അപ്പോൾ നമ്മുടെ വലിയ ബ്രിക്ക് വർക്കോ നമ്മുടെ ഗേറ്റോ ഒന്നുമില്ല. ഇങ്ങനെയുള്ള ബുഷി ആയിട്ടുള്ള ചെറിയ ചെറിയ ഫെൻസ് പോലെ കെട്ടിയിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നല്ല ഫ്രഷ് എയറുമാണ്, സ്പേസും ഉണ്ട്. നമുക്ക് ആർക്ക് വേണേൽ ഈ ബെഞ്ചിൽ ഇരിക്കാം, കുറേ നേരമൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് കയറിപ്പോയാൽ മതി. ഇവിടെ ആരും നമ്മളോട് എന്താണെന്ന് പോലും ചോദിക്കില്ല. എല്ലാവരും അവനവൻ്റെ കാര്യത്തിൽ ബിസിയാണ്. മതിലുകളില്ലാത്ത വീടുകളാണ് ഇതെല്ലാം. ഈ ഹൗസിംഗ് കോളനിക്കകത്തെ എല്ലാ വീടും ഇങ്ങനെ തന്നെയാണ്, ഒരേ പാറ്റേൺ, ഒരേ കളർ. ഈ ഉള്ള വീടുകളുടെയൊക്കെ പെയിൻറ് ശ്രദ്ധിച്ചോ, എല്ലാം ഒരുപോലത്തെ പെയിൻ്റാണ്, ഒരുപോലത്തെ പാറ്റേൺ, ഒരുപോലത്തെ പെയിൻറ്റ്. പിന്നെ ഇതൊന്നും നമുക്കിഷ്ടാനുസരണം മാറ്റാൻ പറ്റില്ല കേട്ടോ. ഇതൊന്നും കസ്റ്റമൈഡ് ആക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പോലത്തെ എലിവേഷൻസ് ഒന്നും ഇവിടെ നടക്കില്ല. ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന അതേ പാറ്റേണും അതേ കളറും ഓരോ ഏരിയയിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതാണ് സ്റ്റോൺറിഡ്ജ് ടൗൺ ഹോംസ് എന്ന് പറഞ്ഞ ഒരു ഹൗസിംഗ് കോളനി. ഇവിടെ വലിയ മതിലുകളോ ഗേറ്റുകളോ ഒന്നുമില്ല, എല്ലാം ഓപ്പൺ എയർ. ഉള്ള സ്ഥലത്തെല്ലാം ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ മാക്സിമം പച്ചപ്പാണ്. കുറേയേറെ ബ്രിക്ക് വർക്കുകൾ ഒഴിവാക്കാം, നല്ല ശുദ്ധവായു കിട്ടുകയും ചെയ്യും. ഇവർക്ക് ഡിഫറെൻറ്റ് പാറ്റേണോ ഡിഫറെൻറ്റ് എലിവേഷൻസോ അങ്ങനെ ഒന്നുമില്ല, എല്ലാം ഒരേപോലെ. ഈ വീടുകളുടെയൊക്കെ മറ്റൊരു പ്രത്യേകത, രണ്ട് വീടുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് വലിയ പൊക്കമുള്ള വോളുകളൊന്നുമില്ല, ബൗണ്ടറി വോളുകളോ ഗേറ്റുകളോ യാതൊന്നുമില്ല. കുറച്ചധികം ഹൈറ്റുള്ള ചെടികൾ തിക്കായിട്ട് വെച്ചാണ് വീടുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനിവർ പറയുന്ന ഒരു റീസണ്, നമ്മുടെ പോലെയൊക്കെ വലിയ ബൗണ്ടറി വോളും വെച്ച് ഗേറ്റൊക്കെ വെച്ച് കഴിഞ്ഞാലേ ഒരു ബ്ലൈൻഡ് സ്പോട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുക, വണ്ടികൾക്ക് കയറാനും ഇറങ്ങാനും ഉള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. ഇതാകുമ്പം വരുന്നവർക്കും കാണാം, പോകുന്നവർക്കും കാണാം. ഇതാണ് ഇവരുടെ മെയിൽ ബോക്സ്. ഓരോ വീടിൻ്റെ നമ്പർ അനുസരിച്ച് ഇവിടെ മെയിൽ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഔട്ട് ഗോയിങ് മെയിൽസാണ്. ഈ ഇടയ്ക്കുള്ള ബൗണ്ടറി വോളും ഗേറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ടേ നല്ല പച്ചപ്പാട്ടോ. അതുകൊണ്ടേ നല്ല ഫ്രഷ് എയറുമാണ്. ഇവിടുത്തെ എയറിനൊരു പൊല്യൂഷനും ഇല്ല. സാധാരണയായിട്ടേ എല്ലാ വീടുകളുടെയും മുന്നിൽ ഒരു പച്ചപ്പ് കാണുന്നതാണ്. അതായത് ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്ത് അവിടെ മുഴുവൻ പുല്ല് വിരിച്ച് കാണുന്ന. ഇവിടെ പിന്നെ അത്ര സ്പേസ് ഇല്ലാത്തതുകൊണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും പാർക്കിംഗ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് ആ പച്ചപ്പിനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു തോന്നുന്നു. അവനവൻ്റെ പാർക്കിംഗ് സ്പേസിലല്ലാതെ ഈ റോഡിൽ പാർക്ക് ചെയ്യുന്ന വെച്ചാൽ അതും നടക്കില്ല കേട്ടോ. ഇവിടെ വെണ്ട ക്യാഷ് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇതേ മറ്റൊരു ഹൗസിംഗ് കോളനിയാണ്. ഇവിടെ ഓരോ വീട്ടുകാർക്കും വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ സെപ്പറേറ്റ് പോർട്ടിക്കോ ആണ് കാർ പാർക്കിങ്ങിന്. പക്ഷേ ഈ വീടുകൾ തമ്മിലും മതിലൊന്നുമില്ല കേട്ടോ, ഉള്ളി പച്ചപ്പ് ഹരിതാപവും മാത്രം. ഇങ്ങനെ വിശാലമായിട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ വീടുകൾക്ക് കൂടുതൽ സ്പേസ് കിട്ടുക. 1 by 1 ആയിട്ട് വീടുകളിങ്ങനെ പുറകോട്ട് പോകുന്നുണ്ട്. എന്ത് നല്ലൊരു ഡിസൈൻ അല്ലേ. ഇവിടെയൊക്കെ ആരും ആരുടെയും കാര്യത്തിൽ ഒട്ടും ബോധേടല്ല, അവനവൻ്റെ കാര്യം ചെയ്യുന്നു, ജീവിക്കുന്നു. അതുകൊണ്ട് വലിയ മതിലുകളും ഗേറ്റും കെട്ടി അടയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടെ വണ്ടി ഓടിച്ചെടുക്കേ നാട്ടിൽ വന്ന് വണ്ടി ഓടിക്കാൻ പറ്റൂല, സത്യം തന്നെയാണ്. ഒന്ന് നമ്മുടെ ലെഫ്റ്റും റൈറ്റും മാറിപ്പോവും. ഞാനും വലിയ ഇൻ്റർനാഷണൽ ലൈസൻസൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ്, പക്ഷെ നടക്കില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പിന്നെ നമുക്കും പണി, വണ്ടി ഓണർക്കും പണി. അതുകൊണ്ട് അതങ്ങ് മാറ്റി വെച്ചു. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറിപ്പോവും. ഞാനും ഒന്ന് ട്രൈ ചെയ്തതാണ്, പക്ഷെ നടക്കില്ല കേട്ടോ, ഓടിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വഴി പോവും, അവർ റൈറ്റ് ഹാൻഡ് വഴി പോവും. പിന്നെ നമ്മൾ നേർക്ക് നേരെ ഇടിയായിരിക്കും. പിന്നെ ട്രാഫിക് റൂൾസ് അത് വയലേറ്റ് ചെയ്താൽ ഇവിടെ നല്ല പണി കിട്ടും. അതിന് പറയുന്നതാണ് ടിക്കറ്റ് കിട്ടുക എന്നുള്ളത്. അങ്ങനെ പല ടിക്കറ്റ് കിട്ടിയാലേ നല്ല പണിഷ്മെൻറ്റ് വരെ വരും. പിന്നെ വേറൊരു വലിയ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ ഈ 4 വീലറിൻ്റെ ഇടയ്ക്കൂടെ
2 വീലറോ 3 വീലറോ ഒന്നും ഓടത്തില്ല. അതിനുവേണ്ടി അവർക്ക് സ്പെഷ്യൽ പാത്തുണ്ട്. പിന്നെ ഇവിടെ 3 വീലേഴ്സ് ഇല്ലെന്നുള്ള കാര്യം അറിയാമല്ലോ. പിന്നെ ഉള്ളത് സൈക്കിൾസാണ്. ഈ സൈക്കിളിന് വേണ്ടി സൈക്കിൾ പാത്ത് തന്നെയുണ്ട്. അപ്പോൾ 4 വീലറുകാർക്ക് അവരുടെ റൂള് പാലിച്ചാൽ നല്ല സേഫായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതും ഒരേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്ര നല്ല സ്പീഡിൽ പോകുന്നതാണെങ്കിലും ഇവിടെ വണ്ടി ഓടിക്കുന്നതാണ് സേഫ്. കാരണം ഇടയ്ക്ക് ചാടാൻ ആൾക്കാരില്ല, ആക്സിഡൻറ്റും വളരെ കുറവാണ്. ഈ ട്രാഫിക് സിഗ്നലിലും എല്ലാവരും ഒബേ ചെയ്ത് ഏത് ലൈനാണോ ആ ലൈനിൽ കൂടെ മാത്രമേ ഡ്രൈവ് ചെയ്യുള്ളൂ. അതാണ് ഇവിടുത്തെ ആക്സിഡൻറ്റ് കുറയാനുള്ള ഒരു കാരണവും. വണ്ടികളൊക്കെ നല്ല സ്പീഡിലാണ് വരുന്നത്. പക്ഷേ എല്ലാവരും ലൈനും കീപ്പ് ചെയ്യും, ട്രാഫിക് റൂൾസും കീപ്പ് ചെയ്യും. അതുകൊണ്ട് ആക്സിഡൻസും വളരെ കുറവാണ്. ഈ റോഡിലെ ഈ നടുക്ക് ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന ഏരിയയില്ലേ, ഇവിടെ ആർക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അത് ഇവിടുന്ന് വരുന്നവർക്ക് ലെഫ്റ്റ് എടുത്ത് മൂവ് ചെയ്യാൻ വേണ്ടി പാർക്ക് ചെയ്ത് നിൽക്കേണ്ട സ്പേസാണത്. എല്ലാവരും അത് അതേപടി തന്നെ പാലിക്കുന്നു. അവിടെ കയറിയതിന് ശേഷം മാത്രമേ നമുക്ക് തിരിയാൻ പാടുള്ളൂ. ആ ആരോ മാർക്കിൽ കയറിയിട്ട് തിരിഞ്ഞു പോകണം. നമ്മുടെ നാട്ടിലെ പോലെ അഡ്വർടൈസ്മെൻറ്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ യാർഡ് ക്ലീൻ ചെയ്യണമെങ്കിൽ ഫ്രീ ആയിട്ട് എസ്റ്റിമേറ്റ് കിട്ടാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ വെക്കുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ഒന്നുമേ മുകളിലോ ആരുടെയും വഴിയെ ഒന്നും ബ്ലോക്ക് ചെയ്യാതെ ഗ്രൗണ്ട് ലെവലിൽ തന്നെയാണ് വെക്കുന്നത്. ഇവിടെയും വേറെ ഉണ്ട് കേട്ടോ, പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിൻ്റെയാണ്. നമ്മുടെ നോ പാർക്കിങ്ങിന് പകരമേ ഇവരെഴുതുന്നത് ഇങ്ങനെയാണ്: നോ പാർക്കിംഗ് എനി ടൈം. അതായത് ഒരിക്കലും ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. ഒരു സമയത്തും ഈ ഏരിയയിൽ പാർക്കിംഗ് അലൗഡേ അല്ല. ഇവിടെ ഞാനൊരു പ്രത്യേക തരം മരത്തിനെ കണ്ടു കേട്ടോ. നമ്മളുടെ മരങ്ങളുടെ ഇലയെല്ലാം മുകളിലോട്ട് സൂര്യപ്രകാശത്തിനനുസരിച്ചല്ലേ മൂവ് ചെയ്യുന്നത്. പക്ഷേ ഈ മരത്തിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ ഹാങ് ചെയ്താണ്. കണ്ടോ, ഇങ്ങനെ താഴേക്കാണ് ഇവൻ വളരുന്നത്, മുകളിലേക്കല്ല. തൊട്ടടുത്ത് സ്കൂൾ ഏരിയ ആണ്. ഇവിടെ ടൈമും ഡേറ്റും ഒക്കെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. യെസ്, ടൈമുമായി. ഇങ്ങനെയുള്ള ബെഞ്ചുകളെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഞാനും കുറേയൊക്കെ നടന്നു. അതിനുശേഷം ഇവിടെ എനിക്ക് ബെഞ്ചിൽ വന്നിരുന്നു. നമുക്ക് ആർക്ക് വേണേൽ ഇരിക്കാം. പിന്നെ ഇന്ന് നല്ല ക്ലൈമറ്റാണ്, നല്ല സണ്ണി ഡേ, മഴയില്ല. അതുകൊണ്ട് വെതറും നമുക്ക് അനുകൂലമായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു ഹൗസിംഗ് കോളനിയിലോടുള്ള വാക്ക്. നമുക്ക് ആർക്ക് വേണേൽ ഈ ബെഞ്ചിൽ ഇരിക്കാം. കുറേ നേരമൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് കയറിപ്പോയാൽ മതി. ഇവിടെ ആരും നമ്മളോട് എന്താന്ന് പോലും ചോദിക്കില്ല. എല്ലാവരും അവനവൻ്റെ കാര്യത്തിൽ ബിസിയാണ്. കുറേ വീഡിയോകളൊക്കെ കണ്ട്, മതിലുകളില്ലാത്ത വീടുകളൊക്കെ കണ്ടിട്ട് ഒരു വാക്കൊക്കെ കഴിഞ്ഞ് ഞാനും ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്.